എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി വർഷമായിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പം കുറേ വർഷമായിട്ട് തന്നെ ആൾക്കാർ എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഹോം ടൂർ ഒക്കെ ചോദിക്കുന്നതാണ്. ഞാൻ ചെയ്യാനും തീരെ ഉദ്ദേശിക്കാത്ത ഒരു മേഖലയാണ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഹോം ടൂറൊക്കെ. അതിന് പല റീസൺസ് ഉണ്ട് കേട്ടോ. പല 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 റീസൺസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പൂനെയിലൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് വളരെ അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചിരുന്നത്. ഒരു 5 സ്റ്റാർ രീതിയിലൊക്കെയുള്ള സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒത്തിരി പേര് ലൈവിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളോട് ചോദിക്കായിരുന്നു ഹോം ടൂറൊക്കെ ചെയ്യാനായിട്ട്. സത്യത്തിൽ ഞാൻ എടുത്തു വരെ വെച്ചിട്ടുണ്ട്, പിന്നെ എഡിറ്റ് ചെയ്തു ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതേപോലത്തെ ഒരു മേഖല തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഡേ ഇൻ മൈ ലൈഫ്, അതിന് പല റീസൺസാണ് കേട്ടോ. അപ്പം പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് നന്നായിട്ട് ഇതൊന്ന് എനിക്കൊന്ന് എടുത്തു തരാനും ഒന്നും അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എടുക്കുമ്പോഴത്തേനും അതിന് അത്രയ്ക്ക് ഒരു ബ്യൂട്ടി ഉണ്ടാവുള്ളല്ലോ. പിന്നെ പ്ലീസ് ഇഗ്നോർ മൈ വോയിസ്. കുറച്ച് ചുമയൊക്കെ ആയിട്ട് ത്രോട്ട് സൗണ്ട് കുറച്ച് വളരെ പരപരായിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ ക്ലാസ് എടുക്കുന്നതും ഒക്കെ കൊണ്ടിട്ട് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് ഇഗ്നോർ മൈ വോയിസ് കേട്ടോ. അപ്പം ഈ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ശ്രുതി സുന്ദർ പറഞ്ഞു. എൻ്റെ റോ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വളരെ ആഗ്രഹമുണ്ട്, വളരെ ഇൻസ്പയറിങ് ആണ്. ഈ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇറ്റ്സ് വെരി ബോറിങ് യാർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിടാതെ പിന്തുടർന്ന് ആളുടെ ഒരു വാശി പിടുത്തത്തിൽ ഞാൻ തോറ്റു പോയിട്ടുണ്ട്. എത്ര പേര് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഐ നോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മേ ബി ബോറിങ് ആയിരിക്കാം. പക്ഷേ പിന്നെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകി അങ്ങനെയൊക്കെയാണല്ലോ ആൾക്കാർ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയൊന്നും എനിക്ക് എടുക്കാൻ പോസിബിൾ ആയിരുന്നില്ല. ഞാനിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ വർക്കൗട്ട് ചെയ്യും, ബ്രീത്തിങ്ങും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ നമുക്ക് മ്യൂസിക് പ്രാക്ടീസും ഒക്കെ ഉണ്ട് രാവിലെ. എല്ലാത്തിനും വാമപ്പും പിന്നെ വോക്കൽ വാമപ്പും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോഴത്തെ കറണ്ടായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അമ്മ ചെയ്യുന്ന അതേ വർക്കൗട്ട് പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കാലിൻ്റെ വർക്കൗട്ടാണ് കേട്ടോ. നമ്മുടെ വെരിക്കോസ് വെയിനിൻ്റെ കുറച്ച് വർക്കൗട്ടൊക്കെ ഞാൻ ഈവനിങ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ അത് എടുക്കാനും ഇടാനും എടുക്കാനും മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് ആഡ് ചെയ്തിട്ടില്ല. അതൊന്നുമില്ല, കുറച്ച് സ്ട്രെച്ചസും പിന്നെ കാഫ് റേസസും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ ശലഭാസനയാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്താ മദർ ക്രാഡിൽ പോസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കുറച്ച് ഇരുന്നിട്ടുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ എക്സസൈസ് ആയിക്കോട്ടെ, ബ്രീത്തിങ് ആയിക്കോട്ടെ, എന്തെങ്കിലും പുതിയത് പഠിക്കുന്നത് ഒക്കെ ഞാൻ അമ്മയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം മാറി കേട്ടോ. അമ്മ എന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്രീത്തിങ്ങിലോട്ടും, യോഗിക് ബ്രീത്തിങ് കഴിഞ്ഞ ശേഷം പ്രാണായാമവും കാര്യങ്ങളും ഓം ചാൻറ്റിങ്ങും ഒക്കെ ആ ഒരു ഓർഡറിൽ അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെന്താ അതിന് ശേഷം പിന്നെ ഞാൻ ഈ മെഡിറ്റേഷനെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് മുഖത്ത് നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ട ശേഷം ഫേസ് യോഗ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ടാപ്പിംഗ് ആൻഡ് യോഗ. ഇത് ഞാൻ അമ്മയുടെ നിന്നാണ് പഠിച്ചത്. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അമ്മ ഇത് പഠിച്ച് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ ഞാൻ അമ്മയുടെ നിന്ന് അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ ഞാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഫേഷ്യൽ യോഗയല്ല ഫേസ് യോഗ, ഇതൊക്കെ പഠിക്കണം എന്ന്. അപ്പോൾ ആ സമയത്താണ് അമ്മ ഇത് പഠിച്ച് ചെയ്യുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അമ്മ എനിക്കിങ്ങനെ ഇൻസ്ട്രക്റ്റൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം ഞാൻ സാരി ഉടുക്കുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഐ ഹാവ് ലീസ്റ്റ് കോൺഫിഡൻസ് അല്ല, ഐ ഹാവ് ലീസ്റ്റ് പേഷ്യൻസ് ഫോർ വെയറിങ് എ സാരി. പക്ഷേ ഈ സാരി ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈസിയാണ്, പക്ഷെ കുറച്ച് ഇങ്ങനെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് എടുത്തു തന്നൊരു സ്ലോ മോഷൻ. അതിനുശേഷം വണ്ടിയിലിരുന്ന് ഞങ്ങളുടെ വർത്താനം. നമ്മളിങ്ങനെ പരിപാടിക്ക് പോകുന്നു. ഞാൻ വെളുപ്പിന് രാവിലെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിച്ച് കുളിച്ച് അമ്മയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ചായ അപ്പവും കറിയെല്ലാം ഉണ്ടാക്കി
എവിടെയായിരുന്നു താമസം? ഒത്തില്ല ഗൈസ്. അമ്മയുടെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഞാൻ രാവിലെ എഴുന്നേറ്റതും ഒക്കെ. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ അമ്മയുടെ എക്സ്പ്രഷൻ നിങ്ങൾ ഗ്രഹിച്ച് കാണും. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആൻഡ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അമ്മയിൽ നിന്നും എക്സസൈസും ഫേസ് യോഗയും അതുപോലെ തന്നെ കുക്കിങ്ങും പല 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 കാര്യങ്ങൾ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാനായിരുന്നു ഓരോന്ന് പഠിച്ച് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് മാത്രമല്ല, പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അമ്മ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഭജൻസ് അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അങ്ങനെ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം അമ്മ എൻ്റെ നിന്ന് ആവാഹിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ലെക്ചർ ഡെമോൺസ്ട്രേഷന് ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ പിക്കിയാണ് കേട്ടോ. ഇവിടെ മാർഗഴി സീസൺ ആയതുകൊണ്ട് നിറയെ കച്ചേരികളാണ്. അപ്പം ഇതുവരെ വിഷ്ണുദേവ് KSൻ്റെ കച്ചേരി മാത്രമേ കേൾക്കാൻ പോയുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ ഓഡിയൻസ് എല്ലാം കൂടെ പാടുന്നൊരു സെഷനായിരുന്നു. ഞാനും എൻ്റെ കൂട്ടത്തിൽ പാടിയേ. അപ്പോൾ അങ്ങനെ ലെക്ചർ ക്ലാസ്സും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ പിക്കിയായിട്ട് വിഷ്ണുദേവ് KSൻ്റെ കച്ചേരീസ് അത് പണ്ട് നമ്മൾ നാട്ടിലായിരുന്നപ്പോഴും എല്ലാം കേൾക്കുമായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ലെക്ചർ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാനും അമ്മയും തിരിച്ച് വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവരിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഹെൽത്തി ആയിട്ട് ലഞ്ചെല്ലാം കഴിച്ചു. അതിനുശേഷം ഇന്ന് എൻ്റെ മ്യൂസിക് സ്റ്റുഡൻറ്റ് ഓഫ്ലൈൻ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ സ്റ്റുഡൻറ്റിനെയും കൂടെ പിക്ക് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. സാധാരണ ഒരു ബാഗ് എടുത്തുകൊണ്ടിരുന്നത് ഞാൻ ഇന്ന് 2 ബാഗ്. എന്തൊരു വെയിറ്റാണെന്നറിയാമോ എൻ്റെ ദൈവമേ. 2 ബാഗ് എടുത്തുകൊണ്ട് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് പോയി പിന്നെന്താ കുട്ടി ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്ന സമയത്ത് ഞാൻ ശ്രുതിപ്പെട്ടിയൊക്കെ ഇന്ന് സാധാരണ ഫോണിലാണല്ലോ ഇപ്പോൾ കുട്ടികൾ ശ്രുതി വെക്കുന്നത്. അപ്പോൾ ശ്രുതിപ്പെട്ടിയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് എന്താ പറയുക ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കാരണം കുറച്ചൊരു അനുനാസിക പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഗുരുവും ശിഷ്യയും കൂടെ കുറച്ച് സമയം സംഗീതത്തിന് വേണ്ടി ചിലവഴിച്ചു. ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ ഗംഭീരമായിട്ട് നടന്നുപോയി. അപ്പം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഓഫ്ലൈൻ സെഷനോട് കൂടി ഇനി തൊട്ട് ഓഫ്ലൈൻ സെഷൻസ് കൂടുതൽ ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനും അതിനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തു. കാരണം ആ ഒരു എനർജി അടുത്ത് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഓൺലൈനിൽ അത്ര ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ വോയിസ് ട്രെയിനിങ് പ്രാക്ടീസസും ഒക്കെ. അതിനുശേഷം എൻ്റെ മുന്നിൽ ആരെ കിട്ടിയാലും ഞാൻ മേക്കപ്പ് ഇടാതെ അവരെ വെറുതെ വിടാറില്ല. കുട്ടീനെ ഞാൻ ഒന്ന് മേക്കപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അവൾ യൂഷ്വലി പൊട്ടും യാതൊരു മേക്കപ്പ് ഇടാത്ത കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സൊക്കെ വെച്ചിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് അവൾക്ക് ചേരുന്ന രീതിയിൽ ഒരു ചെറിയൊരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഈ ടീഷർട്ടും ആക്ച്വലി എൻ്റെയാണ് കേട്ടോ. അപ്പോൾ ടീഷർട്ടും സ്കേർട്ടും ഒക്കെ എൻ്റെയാണ്. പിന്നെ മാലയും അങ്ങനെയൊക്കെ. ഇതാണ് ഞങ്ങൾ ടീച്ചറും കുട്ടിയായിട്ടുള്ള ഒരു ബന്ധം. നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തൊരു പിങ്ക് നെയിൽ പോളിഷ്. അവൾക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് അവൾ സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ.
അപ്പം അങ്ങനെ അതിനുശേഷം വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കൂടെ പാടാനിരുന്നു. സമയമൊന്നും നോക്കാതെ അങ്ങ് മാക്സിമം എൻ്റെ അടുത്ത് ക്ലാസ് വരുന്നിടം വരെ ഞങ്ങളങ്ങ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഹൈലി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞാൻ അവളോട് കളിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും ഗൗതം വന്നിട്ട് അവർക്ക് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചെയ്തു. അതിനുശേഷം കുട്ടിക്ക് ഭരതനാട്യം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞവനെ കുറച്ച് കുട്ടീനെ കുറച്ച് പറഞ്ഞൊക്കെ കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കുറച്ച് നേരം ഭരതനാട്യമൊക്കെ ബേസിക്സൊക്കെ ചെയ്ത ശേഷം പിന്നെ എന്തൊക്കെയോ ക്ലാസ്സിൽ പഠിക്കാനുള്ള ഇതായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ എൻ്റെ നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ്സിലോട്ട് പോയി, റിഫാസിൻ്റെ ക്ലാസ്സിലോട്ട് പോയി. അപ്പോൾ അത് കേൾക്കാനായിട്ട് ഇവർ രണ്ടുപേരും വന്നിരുന്നു. അവരും കൂടെ ഇടയ്ക്ക് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അകാരം പാടുന്ന കേട്ടിട്ട് ആളുടെ കിളി പോയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം കളിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ കുവൈറ്റിൽ നിന്നുള്ള സ്റ്റുഡൻറ്റ് ഓൺലൈൻ ക്ലാസ്സിന് വന്നു. അപ്പോൾ അവൾക്ക് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും ഇടയ്ക്ക് വന്ന സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുട്ടി, ഹന്ന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ജോയിൻ ചെയ്തു കേട്ടോ. അവൾ ഒരു സ്കേറ്റൊക്കെ ചെയ്യുന്ന ചാമ്പ്യനാണ് കേട്ടോ, സ്കേറ്റിംഗ് ചാമ്പ്യനാണ്. വളരെ സ്കേറ്റിങ്ങിന് വളരെയധികം ഉന്നതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ, ചാമ്പ്യനാണ്. അപ്പോൾ അവളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഹന്ന. ഷീ ഈസ് ഹൈലി ടാലൻറ്റഡ് ഇൻ മ്യൂസിക് ഓൾസോ. അതെന്നെ അതിശയിപ്പിച്ചു. കാരണം സ്പോർട്സിലും മുൻപന്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടി മ്യൂസിക്കിലും ഇത്ര അധികം ടാലൻറ്റഡ് ആണെന്ന് എനിക്ക് ദൈവം അവൾക്ക് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ അതിനുശേഷം ഇവിടെ കളിയും വായനയും പടം വരയൊക്കെ ആയിട്ട് കുട്ടികൾ ആഘോഷമായിരുന്നു. പിന്നെന്താ, കുറച്ച് ഡിന്നറൊക്കെ കഴിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും അവൾക്ക് തിരിച്ചു പോകാനായി. ഇവിടെ ഞങ്ങൾ ഹനുമാൻ ചാലിസയൊക്കെ വെച്ച് ആ ഒരു ദിവസം അങ്ങനെ എൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് എനിക്ക് ഉപ്പുമാങ്ങ കിട്ടിയത്. ഉപ്പുമാങ്ങയുടെ വെള്ളം ഉപ്പുമാങ്ങയും കൂടി ഇങ്ങനെ കാന്താരിയൊക്കെ ഇട്ട്, പിന്നെ അത് കുറച്ച് നേരം ഇരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര കിക്ക് ചെയ്തൊരു സാധനം. അപ്പോൾ അതിരുന്ന് കഴിച്ച ശേഷം എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം ഒരു ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് ഉണ്ടല്ലോ, ദോശപ്പൊടി, തൊക്ക്, മാംഗോ പിക്കിളല്ല, എല്ലാ പിക്കിൾസും, അങ്ങനെ കുറച്ച് സ്മോൾ സ്കെയിൽ ബിസിനസ് ഉണ്ട്. ഇങ്ങനെ ഓർഡർ കിട്ടുന്നതനുസരിച്ച്, പിന്നെ കോഫി പൗഡറൊക്കെ. അപ്പം അതിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യണം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കേട്ടോ കുക്കൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇരുമ്പിൻ്റെ അംശം കൂടെ. അപ്പം അങ്ങനെ എൻ്റെ ഓർഡറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പതിയെ ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങി.